ഹലോ കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഗോവക്ക ഫ്രൈ ആണ്. എൻ്റെ ഒപ്പം ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഗോവക്ക എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഞാൻ നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് പിന്നെ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പം ഞാനിത് വെറുതെ പറയുമല്ല, ഇത് നല്ലോണം മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു തൈരും കൂടി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അഡാറ് ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയമില്ലാത്തവർക്ക് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് ചെയ്ത് ഇതൊരു ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാക്കാൻ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി ചൂടായപ്പോഴത്തേനും അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണക്കാണ് ഇത്തിരി ടേസ്റ്റ് കൂടുതലേ. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയുടെ ഒപ്പം തന്നെ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്ത അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഞാനത് മുരിക്കാനിട്ടതിന് ശേഷമായിട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ഗോവക്ക മസാല പുരട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ നല്ലതായിരിക്കും. അതായത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതുകൊണ്ട് കുറഞ്ഞ ഫ്ലെയിമിൽ കിടന്നിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ മീൻ കൊഴുവയെല്ലാം വറുക്കുമ്പോഴത്തേനുമായിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുമല്ല, സൂപ്പറാണ്. ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത്. എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ഇത് ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്നാലും ഞാൻ ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള റിസൾട്ട് ഇപ്പോൾ കാണിച്ചിട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഇതിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവർക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.